വയർലെസ് ചാർജർ ഇതിപ്പോൾ ആൾക്കാർക്ക് നമ്മളങ്ങനെ കൂടുതൽ അറിയാം. നമ്മൾ പറഞ്ഞ നമ്മൾ കുറവാണ്ട് വെറുതെ എല്ലാ പണ്ടാറും ഉണ്ട് ഇതിനകത്ത്. എല്ലുള്ള സാധനമാണ്. 19,000 രൂപ വേണ്ടാൽ കൊണ്ടുപോകാം. ഇനി ഒന്നും കൂടി നിങ്ങൾ ബാർഗൈൻ ചെയ്ത് നോക്ക്, ചിലപ്പോൾ ഫുൾ ലോൺ കിട്ടിയാലോ. യാതൊരുവിധ കംപ്ലൈന്റും ഇല്ല. കറക്റ്റ് എന്താണോ അതന്നെയാണ് സെൽറ്റോസ്. ഈ കൂടുതൽ വെക്കാൻ വരുന്ന ആൾക്കാർ ചോദിക്കുന്നത് എന്താ വെച്ചാൽ ഈ പെട്രോൾ വാഹനങ്ങൾ സെൽറ്റോസ് വരുന്ന സമയത്ത് ചെറിയ മൈലേജ് ഷോട്ട് ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എന്നോട് കുറേ കാലമായിട്ട് ഒരാളെ പറ്റി ചോദിക്കുന്നുണ്ട്. ഇതാ ജംഷീർക്ക ഇവിടെ കണ്ടിട്ടില്ലേ? അപ്പോൾ പുതിയൊരു ഷോറൂമാണ് ലോയൽ കാസ്. കോഴിക്കോട് അരീക്കാടാണ് ലൊക്കേഷൻ വരുന്നത്. ഇവരെല്ലാവരും ഷോറൂം അല്ല, 30 കൊല്ലത്തിന് മുകളിൽ പരിചയസമ്പന്നമായ ഷോറൂമാണ്. 30 കൊല്ലത്തിന് മുകളിലായി നമ്മള് ഈ ഫീൽഡിലെ ആൾക്കാരാണ്. 30 കൊല്ലത്തിന് മുകളിൽ, 30 അല്ല 90കളിൽ കോഴിക്കോട് സിറ്റിക്കകത്ത് ഈ യൂസർ കാറിന്റെ സംരംഭം തുടങ്ങിയ ആളാണ്. അപ്പോ ലത്തീഫ് ഖാൻ നമ്മളത് ഇപ്പൊ മൂപ്പരാണ് നമ്മൾ ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ കൊളാബ് ബിസിനസ് ചെയ്യുന്നത്. ലത്തീഫ് ഖാൻ അനിയനാണ്. ലത്തീഫ് ഖാന്റെ മോന് അൻവർ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോ ലത്തീഫ് ഖാൻ നമ്മളെ അസോസിയേഷൻ നമ്മളെ യൂസർ കാറിന്റെ ബ്രോക്കേഴ്സ് ആൻഡ് ഡീലേഴ്സ് അസോസിയേഷന്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ആണ്. അതുകൂടാണ്ട് തന്നെ മൂപ്പര് സംസ്ഥാനത്തിലൊരു ഭാരവാഹി കൂടിയാണ്. അപ്പോ പ്രശ്നങ്ങൾക്കെല്ലാം ഇവിടെ തന്നെ വരാം. പ്രശ്നങ്ങൾക്കല്ല, നമുക്ക് ട്രസ്റ്റ് എടുക്കാം. അതാണ് എന്ത് പ്രശ്നങ്ങള് പരിഹരിക്കുക എന്നതാണ് നമ്മളെ ഉണ്ടാക്കുക എന്നുള്ളത്. അല്ല, പ്രശ്ന പരിഹാരത്തിന് ഇങ്ങോട്ട് തന്നെയാണ് ഇവിടെ ഉള്ളത്. അതാ പറഞ്ഞത്. ഞങ്ങള് ശരിക്കും ഈ ലോയൽ എന്ന് പറഞ്ഞ സ്ഥാപനം 993 കോഴിക്കോട് ബിഹൈൻഡ് മലബാർ ജ്വല്ലറി. അക്കാലത്ത് മലബാർ ജ്വല്ലറി അവിടെ അല്ല ഉള്ളത്, പക്ഷെ അക്കാലത്ത് ഞങ്ങൾ അവിടെ ഉണ്ട്. ഞങ്ങൾ അന്ന് തുടങ്ങിയ സ്ഥാപനമാണ് ഇത്. ഞങ്ങളെ ഒരു പുതിയ കാൽവെപ്പാണ് എന്നേ ഉള്ളൂ. ഇവിടെ ഞാൻ, ജംഷീദ്, എൻ്റെ അനിയന്, എൻ്റെ മകന്, നമ്മളെ തന്നെ ആയിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഇപ്പൊ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് ഈ സിറ്റിയിൽ നിന്ന് കുറച്ച് വിട്ടുവരാൻ കാരണം തന്നെ കസ്റ്റമേഴ്സിന് ഏറ്റവും നല്ല സർവീസ് കൊടുക്കുക, ലാഭം കുറയ്ക്കുക, കൂടുതൽ ലാഭം വാങ്ങാണ്ട്. കാരണം നമുക്ക് ഇവിടെ ചെലവ് വളരെ കമ്മിയാണ്. കാരണം ചെലവ് കുറവാണ്. കാരണം ഓൾറെഡി ഇപ്പൊ നമ്മൾ മീഞ്ചന നിൽക്കുന്ന സമയത്ത് 1 lakhന് മുകളിൽ നമുക്ക് 2 കാര്യങ്ങൾ. ഒരു സ്ഥാപനം നടത്തി പോകുമ്പോൾ ഒരു 3 lakh 4 lakh ബഡ്ജറ്റ് വേണം. ഈ സ്ഥാപനം നടത്താൻ ഒരു ബഡ്ജറ്റ് നമുക്കില്ല. ഒരു കറണ്ട് ബിൽ അടയ്ക്കണം, ഇത് ചെറിയൊരു വാടക കൊടുക്കണം. അതെ, ലത്തീഫ് ഖാന്റെ ഉണ്ടായിരുന്ന ഒരു ഐഡിയ ആണ്. ചെലവ് ചുരുക്കിയിട്ട് നമുക്ക് മാർജിൻ കുറച്ച് വണ്ടി കൂടുതൽ വിൽക്കാൻ പറ്റും. ഒരുപാട് ലാഭത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ അരീക്കാട്, അതായത് മലപ്പുറം ബൈപ്പാസ് അല്ല, പാലക്കാട് ബൈപ്പാസ്, എല്ലാ റൂട്ടിലും പോകും. തിരുവനന്തപുരം, തൃശ്ശൂരൊക്കെ പോകുന്ന മെയിൻ ഹൈവേയില് നല്ലളം സബ്സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് കറക്റ്റ് വരുന്ന ലൊക്കേഷൻ അതാണ് കോഴിക്കോട് ജില്ലയിൽ. അപ്പോൾ വേറൊരു കാര്യം, സിറ്റി കാസ് എവിടെ? സിറ്റി കാർസ് നമ്മൾ ജോയിന്റ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായത്. 1-2 ആൾക്കാർ അതിനകത്ത് ഉണ്ടായിരുന്നു. പിന്നെ സിറ്റി കാർസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ സ്ഥാപനമാണല്ലോ. അപ്പോൾ ഇതിനകത്ത് ഞാനും ഒരു പാർട്ണർ, അതിനകത്ത് വേറൊരാൾ പാർട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ പാർട്ണർക്ക് സ്ഥാപനം കൊടുത്തു. പിന്നെ വലിയ സ്ഥാപനം നടത്താൻ എന്നെ കൊണ്ട് ഇപ്പോൾ സാമ്പത്തികമായിട്ട് പറ്റാത്തത് കാരണം ലത്തീഫ് അങ്ങനെ വിളിച്ചപ്പോൾ ലത്തീഫ് എന്നെ കൂടെ ജോയിൻ്റ് ആയി. ഞാൻ ഒരു 1-2-3 മാസം സ്ഥാപനം ഇല്ലേനു. എന്നാലും നമ്മൾ ബിസിനസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്ഥാപനം ഇല്ലെങ്കിലും ബിസിനസ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ കയ്യിൽ 30ഓളം വണ്ടി സ്റ്റോക്ക് ഉണ്ട്. എല്ലാം വളരെ ലോ കിലോമീറ്റർ ഓടി വണ്ടിയാണ്. ഓൺ പർച്ചേസ് കാറുകളാണ്. ഇനിയിപ്പോൾ അത് പാർക്ക് ആൻഡ് സെയിലാണ് അങ്ങനെ പറഞ്ഞുള്ള സംഗതി. നമ്മൾ പർച്ചേസ് കാറിനാണ് നമ്മൾ നോക്കിയെടുത്ത വണ്ടിയാണ്. അപ്പോൾ ട്രസ്റ്റ് ചെയ്ത് വിൽക്കാൻ പറ്റും. പിന്നെ അഡീഷണൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാറണ്ടി വേണ്ട ആൾക്കാരാണെങ്കിൽ 1 year 2 year നമ്മൾ എക്സ്റ്റൻഡ് വാറണ്ടി ചെയ്ത് കൊടുക്കാനും തയ്യാറാണ്. പിന്നെ നമ്മളെ കൂടുള്ളത് കോഴിക്കോട് ജില്ലേന്റെ പ്രസിഡന്റാണ്, കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സിന്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ്. ഞങ്ങളെ സംഘടന ഏറ്റവും ശക്തമായ രീതിയിൽ പറയുന്നത് ഫ്ലഡ് വണ്ടി, ടോട്ടൽ ലോസ് വണ്ടി ഞങ്ങൾക്ക് വിൽക്കാനേ പാടില്ല എന്നുള്ളതാണ്. ഫ്ലഡ് ആയാലും ശരി, അതുപോലെ തന്നെ ടോട്ടൽ ലോസ് വണ്ടി അത് ഞങ്ങൾ ഒരു കാരണവശാലും ഒരു കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കില്ല. അത് ഞങ്ങളെ സംഘടനയെ പറ്റി ആരും കൊടുക്കണ്ട എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ സംഘടനയുടെ തീരുമാനം. പിന്നെ പ്രത്യേകിച്ചും ഒരാളുടെ കേസ് എന്താ വെച്ചാൽ ബെസ്റ്റ് പ്രൈസിൽ 100% ഇവിടെ വന്നിട്ട് മടങ്ങി പോകേണ്ട അവസ്ഥ വരില്ല. ഞാൻ പറഞ്ഞില്ല, നമുക്ക് ചെറിയൊരു ചിലവുള്ളൂ. അതുകൊണ്ട് വലിയ കുത്തക പരിപാടി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പിടിച്ചേക്കേണ്ട ആവശ്യമില്ല. ചെറിയ മാർജിനിൽ വണ്ടി കൊണ്ടുതന്നെ കൊടുക്കും. വന്നിട്ട് അത് കിട്ടിയില്ല ആരും പറയില്ല, അത് ഗ്യാരണ്ടി. വീഡിയോയിൽ ഞാൻ ഉണ്ടാവും. പിന്നെ അൻവറും ഞാനാണ് ഇവിടെ ഉണ്ടാവുക. ലത്തീഫൊക്കെ വേറെ ടൗണിൽ അൻവർ ഉണ്ടാവും. അൻവറും ഞാനാണ് ഉണ്ടാവുക. പിന്നെ മൂപ്പര് ബിസിനസ്സിലാണ്. ഇയാൾക്ക് ടൗണിൽ ഓൾറെഡി ഓഫീസുള്ള മൂപ്പര് വേറെ ബിസിനസ് ചെയ്യുന്ന ആളാണ്. അപ്പൊ മൂപ്പര് ടൗണിലാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ പുതിയൊരു ഫസ്റ്റ് വീഡിയോ ആണ് ലത്തീഫിനെ നിർബന്ധിച്ച് ഞാൻ വരുത്തിച്ചാണ്. അപ്പൊ നമുക്ക്
അത്രേ ഉള്ളൂ. ബാക്കി ഓരോ വണ്ടിയായിട്ട് കാണാം അല്ലേ? ആ വണ്ടിയായിട്ട് കാണാം. ഓക്കെ ഓക്കെ. ആദ്യ വാഹനം ഹ്യുണ്ടൈ ക്രെറ്റയാണ്. KL77 രജിസ്ട്രേഷനാണ്. പേരാമ്പ്ര പേരാമ്പ്ര സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 2020 S ഓപ്ഷനാണ്. എസ് എന്ന് പറഞ്ഞാൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, നാവിഗേഷൻ എല്ലാം വരുന്ന മോഡൽ. പെട്രോൾ വേരിയന്റ് ആണ്. 2020 മോഡൽ, സിംഗിൾ ഓണർ, S ഓപ്ഷൻ. കിലോമീറ്റർ ഓടിയത് 74,000 കിലോമീറ്റർ ഓടിക്കുന്നത്. നമ്മൾ ചോദിക്കുന്ന വില 9,75,000 രൂപയാണ്. 2020 മോഡൽ ന്യൂ ഷേപ്പ് ക്രെറ്റ. 2020 2023 വാറണ്ടി കഴിയും. എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. ഇനി അഥവാ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും കഴിയേണ്ട സമയമല്ലോ. 2025 അല്ലേ? 2025 10 മാസം വണ്ടിയാണ്. ഇപ്പോൾ 2025 10 മാസം സംഭവം തീരും. ഇത് 9.25 രൂപ ചോദിക്കുന്നുണ്ടെങ്കിലും 2020 വണ്ടിക്ക് S+ ഒക്കെ ഇപ്പോൾ അതൊരു 9 രൂപ ലോണും കിട്ടും. മാന്യമായിട്ട് എന്തെങ്കിലും കുറച്ചും കൊടുക്കുക, പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കുക. 75,000 രൂപ വേണ്ടാൽ ഇറക്കി കൊണ്ടുപോകാം അല്ലേ? അതെ, 75,000 കുറച്ച് ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കി കൊടുക്കാം. E അല്ല, EX അല്ല, E+ അല്ല, S+ ആണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, നാവിഗേഷൻ, സ്റ്റിയറിംഗ് കൺട്രോളിംഗ് എല്ലാ ഓപ്ഷൻസും വരും. വാഹനമാണ്. ഓക്കെ. മാക്സിമം ലോൺ കിട്ടുന്നുണ്ട്. 75,000 കണ്ടാൽ ഇറക്കുകയും ചെയ്യാം. അടുത്ത വണ്ടിയിലോട്ട് അല്ലേ? ഓക്കെ. അടുത്ത ആ ഒരു ലക്ഷറി 7 സീറ്റർ നമുക്ക് വിളിക്കാൻ പറ്റിയ കിയയുടെ കാരൻസ് ആണ്. കിയ കാരൻസ് 2023 പിന്നെ ഒക്ടോബർ വണ്ടിയാണ്. 2023 ഏറ്റവും ടോപ്പ് ലക്ഷറി ഓപ്ഷൻ, പെട്രോൾ ഓട്ടോമാറ്റിക് DCT. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. വാറണ്ടി എത്ര വരെ ഉണ്ടാവും? 2023 വണ്ടിയാണ്. എക്സ്റ്റൻഡ് വാറണ്ടി എടുത്ത് 2023 5 28 വരെ. 28 ഒക്ടോബർ വരെ എക്സ്റ്റൻഡ് വാറണ്ടി എടുത്ത് 28 ഒക്ടോബർ വരെ വാറണ്ടി ഉണ്ട്. കമ്പനി വാറണ്ടിയിൽ 13,000 കിലോമീറ്റർ ഓടിയത്. ഓക്കെ. ഇപ്പോൾ 2 വർഷം 13,000 കിലോമീറ്റർ ഓടി. പിന്നെ ഒരു സെലിബ്രിറ്റിന്റെ വണ്ടിയാണ്. അപ്പോൾ എടുക്കാൻ പോകുമ്പോൾ പറയാൻ പോകുന്നില്ല. ഇപ്പോൾ പറയാക്കില്ല. കാര്യപ്പെട്ട ആളെന്നാണ്. വിരലെണ്ണാവുന്ന 10 ആളുള്ള ഒരാളാണ്. എന്തായാലും കാര്യപ്പെട്ട ഒരാളാണ്. അങ്ങനത്തെയാ? ഓക്കെ. എന്തായാലും വെന്റിലേഷൻ സീറ്റും കാര്യങ്ങളും എല്ലാ ഏറ്റവും ടോപ്പ് ലക്ഷറി ഓപ്ഷൻ ആണ്. 24,85,000 രൂപ വണ്ടിയാണ്. ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില 17,50,000 രൂപ. സെൽറ്റോസിന്റെ വില പോലും ആവുന്നില്ല. ചെറിയ വ്യത്യാസത്തിന് അത്രയും മാറ്റം വന്നു കഴിഞ്ഞാൽ ഒരു അടിപൊളി 7 സീറ്റർ കൊണ്ടുപോകാം. പിന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ഒരാൾക്ക് പോലും അതെ ഇരിക്കാൻ പറ്റിയ. അതെ, വണ്ടി അത്യാവശ്യം ലെങ്തിയാണ്, ബാക്കിൽ ഇരിക്കാണ്, കംഫർട്ടാണ്. എന്നാലും എല്ലാ ഫീച്ചേഴ്സുള്ള സൺറൂഫ് അടക്കം വരുന്ന 2023 ലക്ഷറി ഓപ്ഷൻ കിയ കാരൻസ്. 24,85,000 രൂപ വണ്ടിയാണ്. നമ്മൾ ചോദിക്കുന്നത് 17 ലക്ഷം രൂപയാണ്. ഒരു 16-17 ലക്ഷം വരെ ലോൺ കിട്ടും. 17 ലക്ഷം വരെ ലോണും കിട്ടുന്നുണ്ട്. 50,000 രൂപ വേണ്ട നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. 0 ക്ലെയിം ആണ്. യാതൊരുവിധ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന്റെ മൈലേജ് എത്ര ഉണ്ടാവും? മൈലേജ് ഞാനാണ് വണ്ടി കൊണ്ടുവന്നതിന് പിന്നെ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് കാണിച്ച 14.5 ആണ്. അതിന് മുകളിൽ കാണിച്ചിട്ടില്ല. എടുക്കുന്ന സമയത്ത് 11.5 കാണിച്ച്. പിന്നെ ഓടി വന്ന സമയത്ത് 14.6 വരെ അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത 7 സീറ്റർ വന്നു. ഇന്നോവയാണ്. എങ്ങനെയാ നിമിഷിക്കാം? ഇത് 2014 G4 കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടി. 98,000 കിലോമീറ്റർ ഓടി. സെക്കൻഡ് ഓണർഷിപ്പ്. കേരള വണ്ടി അല്ല? ഒറിജിനൽ കേരള വണ്ടി. കോഴിക്കോട് G4 ആണെങ്കിൽ പക്ഷേ എക്സ്ട്രാ 4 പുത്തൻ ടയർ അലോവിയിലൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. പിന്നെ 9 ഇഞ്ച് ആൻഡ്രോയിഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സീറ്റ് കവർ ഉണ്ട്. വണ്ടി റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ഫുള്ള് കറക്റ്റ് ട്രാക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ സർവീസ് 98 ചെയ്തിട്ടിപ്പോൾ 500 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില 9,75,000 രൂപയാണ്. 9,75 2014 G4 ഒറിജിനൽ കേരള 96,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഒറിജിനാലിറ്റി വണ്ടി, ഒരു ക്ലെയിമും ഇല്ല. പക്ക ക്വാളിറ്റി വണ്ടി. കേരള വണ്ടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ടൊയോട്ടയാണ്. മൂക്കുപ്പൊടി വലിക്കുന്ന കിലോമീറ്റർ ആണ്. അതാണ് ഈ ഒരു കിലോമീറ്റർ എന്ന് പറയാൻ പറ്റില്ല. 2014 10 കൊല്ലം കൊണ്ട് ഈ കിലോമീറ്റർ അല്ല. ടൊയോട്ട ആണ്. ഒരു ഭാഗത്തേക്കില്ല. വണ്ടി പക്കയാണ്. എല്ലാ ഫിറ്റിംഗ്സും ഉണ്ട്. ഒരു 8 ലക്ഷം രൂപ വരെ ലോണും കിട്ടും. ഒരു പുതിയ കിയ സെൽറ്റോസ് 2021 മോഡല്. പെട്രോള് GT ലൈന്. ന്യൂ ഷേപ്പ് 2021 10 മാസം വണ്ടി. പെട്രോൾ GT ലൈന് 18,000 കിലോമീറ്റർ. 20 സർവീസ് ഓൾറെഡി ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. 2026 ഒക്ടോബർ വരെ കമ്പനി വാറണ്ടി ലൈവിലുണ്ട്. അടുത്ത വർഷം വരെ ഉണ്ട്. അടുത്ത വർഷം 10 മാസം വരെ വാറണ്ടി ഉണ്ട്. 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇൻഷുറൻസ് ഈ വർഷം 10 മാസം വരെ ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട്. യാതൊരുവിധ റീപ്ലേസോ കാര്യങ്ങളോ. ഫീച്ചേഴ്സ് എന്താ ഒരു ലോകല്ലേ, എന്ത് ഫീച്ചേഴ്സ് ഇല്ലാത്ത. ഇപ്പത്തെ വരുന്ന പാനോറമിക് സൺറൂഫ് വെച്ച് ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ട്. 360 ക്യാം, പിന്നെ ഉഷേപ്പ് അലോയ് വീല്, പിന്നെ എന്താണ് ഇതിനകത്ത് പറയാ ഒക്കെ പറയുമ്പോൾ ആൾക്കാർ ഒക്കെ പറയും. സീറ്റ് ബെൽറ്റിലൊക്കെ ഉണ്ട്. ഇതിപ്പോ ആൾക്കാർക്ക് നമ്മളങ്ങനെ കൂടുതൽ അറിയാം. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മൾ കുറവാണ്ട് വെറുതെ. എല്ലാ പണ്ടാറും ഉണ്ട് ഇതിനകത്ത്. എല്ലാം സാധനമാണ്. ലോ കിലോമീറ്റർ ആണ്. ഇന്നിപ്പോ ഒരു വണ്ടി വാങ്ങാൻ 25,80,000 രൂപ വിലയാണ്. 25,50 വിലയാണ്. അതിന്റെ മുന്നേ ഒരു കഴിഞ്ഞ മാസമാണ് ഓഫർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓഫർ ഓൾറെഡി
ഓഫർ ക്യാൻസലായി. 25,80,000 പുതിയ വണ്ടിക്ക് വരും. പക്ഷെ വണ്ടി മാറുന്നുണ്ട്, ഒരുപാട് മാറ്റമുണ്ട്. ഈ വണ്ടി ഇറങ്ങുന്ന സമയത്ത് അന്ന് 22 സംതിങ് വണ്ടിക്കുള്ളൂ, 21,80 22 സംതിങ് വില. ഇത് നമ്മൾ ചോദിക്കുന്നത് 15 ലക്ഷം രൂപ ചോദിക്കുന്നത്. 2021 GT ലൈൻ 15 ലക്ഷത്തിന് നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതെ, ഒരു 13 ലോൺ കിട്ടും. ഒരു 13.5 വരെ ലോൺ കിട്ടും. 1.5 കണ്ടാൽ ഇറക്കാം. GT ലൈനാണ്. മുതലാളിമാരൊക്കെ ചോദിക്കുന്നത് 16 നമ്മൾ പിന്നെ മുതലാളില്ലാത്തതുകൊണ്ട് 5 രൂപ ഒഴിയുള്ളൂ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോവാം. ഇതാ ഒരു മാരുതി സോറി KL 85 ഫറൂഖ് രാമനാട്ര സബ് രജിസ്റ്റർ ഓഫീസാണ്. ഫാൻസി നമ്പറാണ്. 2020 മോഡൽ, 21 ഡെലിവറി. ഏറ്റവും ടോപ്പ് ആണ്. പ്രീമിയം വണ്ടിയാണ്. 71,000 കിലോമീറ്റർ ഓടി. A1 സർവീസ് കഴിഞ്ഞ മാസം ചെയ്തിട്ടുണ്ട്. വണ്ടി മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. ഏറ്റവും ടോപ്പിന്റെ വെഹിക്കിളാണ്. പിന്നെ ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന 8,25,000 രൂപയാണ്. 21 രജിസ്ട്രേഷൻ പറ്റുന്ന വണ്ടി അല്ല. 2020 ജനുവരി വണ്ടിയാണ്. 21 ഡിസംബർ വണ്ടിന്റെ മുകളിൽ നോക്കണം. ബുക്കിൽ 21 ജനുവരിയാണ് രജിസ്ട്രേഷൻ. വണ്ടിന്റെ ടാഗിൽ കാണിക്കുക 21 താഴെ 21 ജനുവരിയാണ് രജിസ്ട്രേഷൻ വരുന്നത്. 2020 ഡിസംബർ 21 രജിസ്ട്രേഷൻ. ഏറ്റവും ടോപ്പിന്റെ പ്രീമിയം ആണ്. 8,25,000 രൂപയാണ് ചോദിക്കുന്നത്. 8.5 ലക്ഷം രൂപ. സർവീസ് ഹിസ്റ്ററി എല്ലാം പക്കയാണ്. A1 സർവീസ് ഓൾറെഡി ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. എല്ലാം കയ്യിലുണ്ട്, എല്ലാം ഉണ്ട്, കൊടുക്കാം, എല്ലാം കൊടുക്കാം. പിന്നെ അത് മാത്രം ടൊയോട്ടന്റെ വണ്ടിയാണ്, പേടിക്കും വേണ്ട. ജസ്റ്റ് 1/2 കിലോമീറ്റർ പോയാൽ ടൊയോട്ടന്റെ ഷോറൂമാണ്. 10 മീറ്റർ പോയാൽ പിന്നെ ഹുണ്ടായി ഷോറൂം ഉണ്ട്. പിന്നെ എല്ലാം നിയറസ്റ്റ് ഉണ്ട്. ഹുണ്ടായി ടൊയോട്ട രണ്ടും ജസ്റ്റ് അടുത്തടുത്തുണ്ട്. മറ്റുള്ള ബ്രാൻഡുകളൊക്കെ ടൗണിലേക്ക് പോകണം. ലോൺ പ്രൈസ് 8,25,000 രൂപ ചോദിക്കുന്നു. നല്ല ബാങ്കിലെ കസ്റ്റമർ 8 ലക്ഷം വരെ ലോൺ കിട്ടും. 8 ലക്ഷം വരെ 25,000 രൂപ കൊണ്ടുപോകാം. അതെ, നമ്മൾ എന്തെങ്കിലും കുറച്ച് കൊടുക്കില്ല. ഫുൾ ലോൺ കൊടുക്കാൻ പറ്റിയ വണ്ടി ടൊയോട്ടന്റെ അർബൻ ക്രൂസർ. അതെ. അടുത്തത് മഹീന്ദ്ര XUV 500 ആണ്. എങ്ങനെയാ കാര്യങ്ങൾ? 2016 മോഡൽ XUV W10 മാനുവൽ. 16 W10 അന്ന് ടോപ്പ് ഉണ്ട്. 2015 ലാസ്റ്റ് മുതൽ 2018 വരെയുള്ള ആ ഫേസ് ലിഫ്റ്റിലെ ഏറ്റവും ടോപ്പിന്റെ വണ്ടി. 18 ഒരു ജൂലൈ ഓഗസ്റ്റ് കഴിഞ്ഞപ്പോൾ ന്യൂ ഷേപ്പ് വന്ന് W11. അതുവരെയുള്ള ഏറ്റവും ടോപ്പിന്റെ വണ്ടി W10 മാനുവൽ ഗിയർ, സൺറൂഫ് എല്ലാം വരുന്നത്. 49,000 കിലോമീറ്റർ ഓടി. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. 49,000 കിലോമീറ്റർ ഓടി. സർവീസ് നിയറസ്റ്റ് ആയിട്ട് സർവീസും ചെയ്തിട്ടുണ്ട്. പിന്നെ റീപ്ലേസ്മെന്റോ മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. ഇൻഷുറൻസ് ഇപ്പോൾ ഈ മാർച്ചിൽ തീരും. അത് നമ്മൾ പുതിയ എടുത്തരും. ഇതിനൊക്കെ ഒരു 10-12 റേഞ്ച് മൈലേജ്, 12-13 കിലോമീറ്റർ മൈലേജ് കിട്ടും. മറ്റേ 2015 മുതലുള്ള 15 മുന്നേ ഉള്ള ഓൾഡ് ഷേപ്പ് ആണെങ്കിൽ 10-12 ആണ്. ഈ വണ്ടി 14-15 വരെ ഈ വണ്ടി മൈലേജ് കിട്ടും. ലോങ്ങിലൊക്കെ പോവാണെങ്കിൽ 14-15 വരെ ലോങ് ഡ്രൈവിൽ മൈലേജ് കിട്ടും. ഈ സിറ്റി ഡ്രൈവിനകത്ത് തന്നെ 11.7 കാണിക്കുന്നുണ്ട്. ന്യൂ ഷേപ്പിനകത്ത് മൈലേജ് കാണിക്കുന്നത് 11.7 മൈലേജിനെ കാണിക്കുന്ന വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ. കിലോമീറ്റർ പീരിയോഡിക് സർവീസ് കറക്റ്റ് പോയിട്ടുണ്ടോ? അപ്പോൾ കറക്റ്റ് സർവീസാണ്. 10,000, 20,000, 30,000, 40,000 ഇപ്പൊ 50 സർവീസ് ചെയ്തിട്ടുണ്ട്. അതല്ല എന്താ ഉദ്ദേശിച്ചത്? അതായത് 5 വർഷം, 5 അല്ല, ഇപ്പൊ 2016 ഇപ്പൊ 8 വർഷമായി, 9 വർഷമായി. 9 വർഷത്തിൽ വർഷമുള്ള സർവീസ് വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഈ മഹീന്ദ്ര ബ്രാൻഡ് ഒന്നും അധികം അങ്ങനെ വരുന്നില്ല. നമ്മൾ അങ്ങനെ പോകുന്ന സമയത്ത് സെൽറ്റോസിന് പോകുന്ന സമയത്തും അതേപോലെ തന്നെ പിന്നെ നമ്മുടെ സ്കോഡന്റെ വണ്ടികൾ പോകുന്ന സമയത്ത് വോക്സ് വാഗന് പോകുന്നത് ആ പീരീഡ് സർവീസ് ഇവർ വിളിക്കുന്നുണ്ട്. ഇത് മറ്റുള്ള ബ്രാൻഡുമാർ അത്ര വിളിച്ചിട്ട് സർവീസ് സെറ്റപ്പ് മഹീന്ദ്രക്ക് ഇല്ല എന്നെ അഭിപ്രായം. ബാക്കി 10,000 പേര് സർവീസ് എല്ലാം പോയിട്ടുണ്ട്. ഇത് സെക്കൻഡ് ഓണർ ആയ കാരണം ഫസ്റ്റ് ഓണറാണ് ഡോക്ടർ. അത് സ്റ്റിക്കർ പറഞ്ഞപ്പോൾ സെക്കൻഡ് ഓണർ വേറെ ആൾ ഉപയോഗിച്ച അപ്പൊ 30 വരെ ഡോക്ടറും ബാക്കി 20 കസ്റ്റമർ ഓടിച്ചാണ്. പുള്ളി ഗ്രാൻഡ് വിത്താര പുതിയതെടുത്തത്. അപ്പൊ ഞാൻ മാരുതിന്റെ ഷോറൂം വഴി എടുത്ത വണ്ടിയാണ്. ജെന്യൂൻ കിലോമീറ്റർ ആണ്. ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ് ഇല്ല, പക്ക വണ്ടി, നല്ല ഓടിക്കണ നല്ല പക്കയാണ്. ഇതിപ്പോ എത്ര കൊടുക്കാം? ഇത് നമുക്ക് 9,25,000 രൂപ. 9,400 2016 W10 ഏറ്റവും ടോപ്പ് എൻഡ് മാനുവൽ വാഹനമാണ്. അതെ, ഒരു 10 ലക്ഷം രൂപയുടെ താഴെ നല്ലൊരു വണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നല്ലൊരു വണ്ടിയാണ്. പ്രത്യേകം പറയാൻ കാരണം എന്താ വെച്ചാൽ വെറും 49,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ ഒരു മോഡൽ വണ്ടിക്കാണ് 90,000 1 ലാഖ് എന്തായാലും ഓടിയിട്ടുണ്ടാവും. ഈ ഒരു കൊല്ലത്തിന്റെ ലോ കിലോമീറ്റർ. ലോൺ എത്ര കയറും? ലോൺ ഒരു 8.5 ലോൺ കയറും കിട്ടും. ഓക്കെ, നമ്മൾ ആദ്യം ഒരു ക്രെറ്റ കണ്ടു. അടുത്തത് കിയയുടെ സെൽട്ടോസ് ആണ്. സെൽട്ടോസ് KL 56 ആണ്. കൊയിലാണ്ടി രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർ വണ്ടിയാണ്. 1,12,000 കിലോമീറ്റർ ഓടിക്കുന്നത്. GT ലൈൻ ഡീസലാണ്. ഡീസൽ വണ്ടിയാണ്. ഡീസൽ GT ലൈൻ ആണ്. ഫുള്ള് കമ്പനി ഹിസ്റ്ററി പോയിട്ടുണ്ട്. മേജർ ആക്സിഡന്റോ ക്ലെയിമോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല. പിന്നെ എന്റെ നാട്ടിലെ വണ്ടി KL 56 നാട്ടിലെ അടുത്തുള്ള വണ്ടി. അതെ, ഇതിന് വില ചോദിക്കുന്നത് വെറും 13 ലക്ഷം രൂപ നമ്മൾ ചോദിക്കുന്നുള്ളൂ. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് വാഹനം GT ലൈൻ ആണ്. 13 ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ. ഒരു 12-12.5 ലക്ഷം വരെ ലോണും കിട്ടും. ഡീസൽ ഓട്ടോമാറ്റിക് ഒരു 15 കിലോമീറ്റർ എന്തായാലും കിട്ടും. അതെ, ആവറേജ് 15 കിലോമീറ്റർ.
പിന്നെ സിറ്റിക്കകത്തോടാണെങ്കിൽ 13 ആ റേഞ്ചിൽ കിട്ടുള്ളൂ. ഈ 1 സംതിങ് പറഞ്ഞ ഹിസ്റ്ററി പ്രോപ്പർ ഫുള്ള് പ്രോപ്പർ 1.10 സർവീസും കിയലുണ്ട്. ഷോറൂമിൽ അന്വേഷിച്ചാൽ കിട്ടും. ഫുള്ള് കറക്റ്റ് സർവീസ് പോയ വണ്ടിയാണ്. 2019 മോഡലാണ്. സൺറൂഫ് കാര്യങ്ങളല്ല, ക്ലെയിമുകളൊന്നുമില്ല, നല്ല വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ചെറിയ ഡൗൺ പേയ്മെന്റ് അല്ലേ, 19,000 രൂപ വേണ്ട, ഇത് ഇറക്കാം. ഈ ഡൗൺ പേയ്മെന്റിന്റെ കാര്യങ്ങൾ മാത്രം പറയാൻ ഇതിന് അത്യാവശ്യം കുഴപ്പമില്ലാതെ ബാങ്കിങ് വേണം കേട്ടോ. പ്രൊഫൈൽ അനുസരിച്ചിട്ടാണ്. പറഞ്ഞോളി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ബാങ്കിങ് പ്രൊഫൈലും കൂടെ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇത്രയും ലോൺ കിട്ടുള്ളൂ, അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ബാങ്കിലേ കൊടുക്കാൻ പറ്റും. പിന്നെ വണ്ടി എടുക്കുന്ന സമയത്ത് എല്ലാ ഡോക്യുമെന്റ്സ് ആയിട്ട് സ്പോട്ടിൽ വരികയാണ്, നമ്മൾ സ്പോട്ട് അപ്രൂവൽ ചെയ്ത് കൊടുക്കാം. ഈ ഡോക്യുമെന്റ്സ് എന്തൊക്കെ വേണ്ട വെച്ചാൽ വീഡിയോ ലാസ്റ്റ് പറയാം. ഈ ഡോക്യുമെന്റ് ഉള്ളതായിട്ട് വന്ന് ഓൺ ദ സ്പോട്ടിൽ നമുക്ക് 2 മണിക്കൂർ കൊണ്ട് സ്പോട്ട് അപ്രൂവലിൽ നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. ഹ്യുണ്ടായ് വെന്യൂ ആണ് അടുത്ത വാഹനം. KL 31 രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയാ? KL 31 എന്ന് പറഞ്ഞാൽ മാവേലിക്ക രജിസ്ട്രേഷൻ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഡീസൽ ഏറ്റവും ടോപ്പിന്റെ SX ഓപ്ഷൻ ആണ്. ഡീസൽ ആണല്ലേ? ഡീസൽ SX ഓപ്ഷൻ 67,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ക്ലച്ച് പുതിയ മാറിയിട്ടുണ്ട്. 67,000 മാറി. 67 ക്ലച്ച് മാറി. പലരും പല ഓടിക്കുന്ന അങ്ങനെയാണല്ലോ. ഇപ്പൊ 15,000 ക്ലച്ച് തീർക്കുന്ന ആൾ നമ്മുടെ ഉണ്ട്. നല്ല മുന്നിൽ 15,000 കിലോമീറ്റർ ക്ലച്ച് മാറ്റുന്ന ആൾക്കുന്ന ആള്. മൂപ്പര് എടുത്ത വണ്ടിക്ക് 15-17 ക്ലച്ച് മാറും. മൂപ്പര് ക്ലച്ച് തിന്നാ ചെയ്യാം. ഇത് അതേമാതിരി ക്ലച്ച് തിന്ന ആളായിരിക്കും. 67 കിലോമീറ്റർ ക്ലച്ച്, പ്രഷർ പ്ലേറ്റ്, എല്ലാ ഐറ്റംസ് എല്ലാം മാറിയിട്ടുണ്ട്. അതെ. പിന്നെ മെയിൻ ഗ്ലാസിനകത്ത് ചെറിയൊരു ക്രാക്ക് വീണ് കിടക്കുന്നുണ്ട്. ആ സൈഡ് ഗ്ലാസ് മാറിയിട്ടില്ല. മാറാണ്ട് ആ ഒരു സൈഡിലായിട്ട് നിൽക്കാൻ ഒരു ചെറിയ ഒരു ഡോട്ട് ഉണ്ട്. വേറെ ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ചോദിക്കുന്നത് 9,50,000 രൂപയാണ്. 9.5 ലക്ഷം 2019 SX ഓപ്ഷൻ ആണ്. ഡീസൽ SX ഓപ്ഷനിലാണ്. ഡീസലാണ്. 18 റേഞ്ച് മൈലേജ് കിട്ടുന്നൊരു അത്യാവശ്യം എൻക്വയറി ഉള്ള ഒരു വണ്ടിയാണ്. വണ്ടി പോകുന്ന വണ്ടിയാണ്. നല്ല മൈലേജും ഡീസൽ മാനുവൽ. അതെ, ഒരു കോമ്പാക്ട് XUV ആണ്. അത്യാവശ്യം പോകുന്ന വണ്ടിയാണ്. ഒരു 8 ലോൺ കിട്ടും. 8 രൂപ എന്തായാലും കിട്ടും. 8 രൂപ കിട്ടും. SX ഓപ്ഷൻ അത് 8 രൂപ എന്തായാലും കൺഫേം ആയിട്ട് കിട്ടും. അന്നത്തെ 13,80 വണ്ടിയാണ്. ഇന്ന് വാങ്ങാൻ ഏകദേശം 16 ലക്ഷം രൂപ വില ആവും. ഇന്ന് ഫേസ് ലിഫ്റ്റ് ആയിട്ട് വണ്ടി മാറിയിട്ടുണ്ട്. അന്ന് 13,80 വണ്ടി ഇറങ്ങുന്ന സമയത്ത് വില ഉണ്ട്. ഈ വണ്ടിയാണ്. അടുത്തത് ഹോണ്ട സിറ്റി. ഹോണ്ട സിറ്റി 2019 മോഡലാണ്. കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനം. ഓട്ടോമാറ്റിക് ആണ്. VX ZX അല്ല, VX ആണ്. VX ആയാലും സൺറൂഫ് കാര്യങ്ങളെല്ലാം വരും. പുഷ്പട സ്റ്റാർട്ട്, ഡയമണ്ട് കട്ട്, അലോയ് വീൽ, എല്ലാ കാര്യങ്ങളും വരും. 48,000 കിലോമീറ്റർ ഓടി. പിന്നെ തേർഡ് ഓണർഷിപ്പ് ആണ്. ഡീസൽ പെട്രോൾ ഓട്ടോമാറ്റിക്കിൽ പെട്രോളിൽ വരുന്നുള്ളൂ. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. തേർഡ് ഓണർഷിപ്പ് 48,000 കിലോമീറ്റർ വണ്ടി. നമ്മൾ ചോദിക്കുന്ന വില 9 ലക്ഷം രൂപയാണ്. 2019 VX ഓട്ടോമാറ്റിക്. 2019 VX ഓട്ടോമാറ്റിക് ആണ്. സർവീസ് ഹിസ്റ്ററി ഒക്കെ പ്രോപ്പർ. ഹിസ്റ്ററി ഇപ്പോൾ 40 സർവീസ് ചെയ്തിട്ടുണ്ട്. 44 ചെയ്ത് ഇനി 54 സർവീസ് ചെയ്യണം. റീപ്ലേസ് ഒന്നുമില്ല. പീരിയോഡിക് കറക്റ്റ് പോയതാ. കറക്റ്റ് സർവീസ് ഹിസ്റ്ററി ഉണ്ട്. 3 ഓണർഷിപ്പ് ആണ്. വേറെ കാര്യം ഉണ്ട്, നമ്മൾ ഇനി പറയണ്ടല്ലോ വെറുതെ. 3 ഓണർഷിപ്പ് ആണ്. ഏലപ്പാടുന്ന വണ്ടി 48,000 കിലോമീറ്റർ 3 ഓണർഷിപ്പ് ചോദിക്കുന്നതുകൊണ്ട് പറയാം. 3 ഓണർഷിപ്പ്, പക്ഷേ വണ്ടി ഗുഡാണ്. പിന്നെ വിലന്റെ കാര്യം നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കാനും പറ്റും. ഒരു 8 ലക്ഷം വരെ ലോണും കിട്ടും. അടുത്തത് ഒരു ബലേനോ ആണ്. 76 രജിസ്ട്രേഷൻ ആണ്. നന്മണ്ട കോഴിക്കോട് ഇല്ല. 2019 മോഡൽ ഏറ്റവും ടോപ്പിന്റെ ആൽഫ. 2019 ആൽഫ CVT വരിക. ഇപ്പൊ ഇറങ്ങുന്ന വണ്ടി ഓട്ടോമാറ്റിക് ആണ്. CVT ഗിയർ ബോക്സ് ഓട്ടോമാറ്റിക്. പിന്നെ 76,000 കിലോമീറ്റർ ഓടി. 75 സർവീസ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ടയർ ഇമ്മൽ കുറവാണുള്ളത്. നാളെ നമ്മൾ മാറും. വണ്ടി ഇപ്പൊ കയറിയുള്ളൂ. നാളെ ടയർ മാറും. ടയർ പുതിയതുണ്ടാവും. അലോയ്സ് ഒക്കെ ഈ പെയിന്റ് അല്ലല്ലോ. അലോയ്സ് ഒക്കെ നമ്മൾ പെയിന്റ് ബ്ലാക്ക് ചെയ്താണ്. സിൽവർ ബ്ലാക്ക് ചെയ്തപ്പോൾ ചെറിയ ബമ്പർ ചെയ്യാണ്ട് ഞാൻ കൂടെ തന്നെ ബ്ലാക്ക് അലോയിൽ ബ്ലാക്ക് ചെയ്ത്. അപ്പൊ ടയർ മാറാണ്ട്. ഇൻഷുറൻസ് പിന്നെ 9ാം മാസം വരെ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില 2019 ആണ്. CVT ആൽഫ ഓട്ടോമാറ്റിക്. അതെ, നമ്മൾ ചോദിക്കുന്നത് 6,25,000 രൂപയാണ്. 6.25 ലക്ഷം രൂപയ്ക്ക് കൊണ്ടുപോകാം. 2019 ആൽഫ ഓട്ടോമാറ്റിക് ഫുൾ ലോണിൽ കൊണ്ടുപോകാൻ പറ്റും. ഫുൾ ലോണിൽ കിട്ടുന്ന ഒരു ഓട്ടോമാറ്റിക് ബലേനോ ആണ്. താല്പര്യം കോൺടാക്ട് ചെയ്യാം. ഓട്ടോമാറ്റിക് ബലേനോ എത്ര മൈലേജ്? ഓട്ടോമാറ്റിക് ബലേനോ CVT കമ്പനി പറഞ്ഞ് 18 സംതിങ് ഒക്കെ ആണ്. എന്തായാലും ഇപ്പോൾ ഒരു 13 to 15 എന്തായാലും കിട്ടും. കൺഫേം ആയിട്ടും കിട്ടും. സാധാരണ പെട്രോൾ വണ്ടി പോലെ അതന്നെ 13 to 15. ഈ ഓട്ടോമാറ്റിക്കിന് മൈലേജ് പ്രത്യേകിച്ച് ചോദിക്കേണ്ട. വെറുതെ പറയുന്നവരെ ചില 16, 17 ഒരു പറയും. എങ്ങനെ പറയാൻ തോന്നുന്നത് കിട്ടൂലെന്ന്. നമ്മൾ ഓടിക്കുന്ന വണ്ടിയല്ലേ 13 to 15. അതിന് ഏത് ചെറിയ വണ്ടിയാണ് ഇതിൻ്റെ ഇപ്പോൾ അത്ര കിട്ടുള്ളൂ. പിന്നെ CVT വന്ന സമയത്ത് എന്താ വെച്ചാൽ നമുക്ക് ഓടിക്കാൻ നല്ല സുഖം ഉണ്ടാവും. AMTനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ CVT ലാഗ് ഉണ്ടാവില്ല. അങ്ങനെ സ്മൂത്തായിട്ട് ഓടിക്കോളൂ. ഓക്കെ, അപ്പോൾ ഫുൾ ലോണിൽ 6,25,000 രൂപ ചോദിക്കേണ്ടത് നമുക്ക് ഒരു 6-6.25 രൂപ ലോണും കിട്ടും. നേരത്തെ ഒരു അർബൻ ക്രൂസർ കണ്ടു. അടുത്തത് ബ്രസ. ഇത് 2020 മോഡൽ VXi ആണ്. VXi മിഡിൽ ഓപ്ഷൻ മിഡിൽ ഓപ്ഷൻ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 83,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്.
ഓട്ടം പോയിട്ടുണ്ട് 75 സർവീസ് ആയിട്ടുണ്ട്. 83 കിലോമീറ്റർ ഓടി. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. 2022 മോഡലാണ് ഗ്ലാസ് വരുന്നത്. മെയിൻ ഗ്ലാസ് മാറിയിട്ട് ബോണറ്റ് മാറിയിട്ടില്ല. ഗ്ലാസ് ആയിട്ട് മാറിയാണ്, ആക്സിഡന്റ് ആയിട്ട് മാറിയില്ല, ഗ്ലാസ് മാത്രമായിട്ട് മാറിയാണ്. ഇത് നമ്മൾ ചോദിക്കുന്നില്ല, വെറും 7 ലക്ഷം റുപ്യ ചോദിക്കുന്നുള്ളൂ. 2020 VXI ബ്രസ 7 ലക്ഷത്തിന് കൊണ്ടുപോകാം. അപ്പം മാന്യമായിട്ട് നമുക്ക് കുറച്ചും കൊടുക്കാം. ഒരു 6.5 വരെ ലോണും കിട്ടും. 19,000 രൂപ വേണ്ടാൽ കൊണ്ടുപോകാം. ഇനി ഒന്നും കൂടി നിങ്ങൾ ബാർഗൈൻ ചെയ്ത് നോക്ക്, ചിലപ്പോൾ ഫുൾ ലോൺ കിട്ടിയാലോ. അതെ, ഫുൾ ലോൺ തന്നെ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. പിന്നെ 2020 പൈസ കുറച്ചിട്ടുള്ള ഫുൾ ലോൺ ഞാൻ പറഞ്ഞു. ഫുൾ ലോണിൽ ഒരു കുറച്ച് പൈസ കൊടുക്കും ചെയ്യാം നമുക്ക്. പ്രശ്നം തീർന്നില്ലേ? ഒരു എന്തായാലും 7 റുപ്യ ചോദിക്കുന്നുള്ളൂ. 2020 സ്വിഫ്റ്റിന് നമ്മൾ ഒരു 6.5 രൂപ കൊടുക്കണ്ടേ? അല്ല, ഗ്ലാസ് മാത്രമേ മാറ്റുള്ളൂ, വേറെ മാറ്റില്ല. ഓക്കെ, പെട്രോൾ ബസ്സാണ്. ഒരു 13-15 മൈലേജ് കിട്ടും. ആ കമ്പനി പറയുന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ അതിൽ 19-18 ആണ്. എന്തായാലും 15 എന്തായാലും കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. ഇതാ അടുത്ത ക്രെറ്റ വന്നിരിക്കുകയാണ്. വീണ്ടും എങ്ങനെയാ? ക്രെറ്റ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 2020 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് SX ഓപ്ഷൻ ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. സീറ്റ് വെന്റിലേഷൻ എല്ലാം വരുന്നത്, പാനോറമിക് സൺറൂഫ് എല്ലാം വരുന്നത്, ഏറ്റവും ടോപ്പ് എൻഡ്. 6 എയർ ബാഗ് ഉണ്ടാവും. 6 എയർ ബാഗ് ഏറ്റവും ഫുൾ ഓപ്ഷൻ. SX ഓപ്ഷൻ ഡീസൽ ഓട്ടോമാറ്റിക്. 2020 മോഡൽ 1,12,000 കിലോമീറ്റർ ഓടി. ഫുള്ള് കമ്പനി സർവീസ്. നമ്മൾ ചോദിക്കുന്നതല്ല 14,50,000 രൂപ. ഇതേ സെയിം സാധനം ഒരു 50,000 കൂടി വണ്ടിയാണെങ്കിൽ ഡീലർമാർ ചോദിക്കുക 16 ലക്ഷം രൂപ വരെ ചോദിക്കും. 2020 ഡീസൽ SX ഓപ്ഷൻ ഓട്ടോമാറ്റിക്കിന് 1,12,000 ഓടിയത് കാരണം നമ്മൾ ചോദിക്കുന്നില്ല 14,50,000. ഫുൾ ലോണിൽ എടുക്കാൻ സാധിക്കുന്ന വണ്ടിയാണ്. ഫുൾ ലോൺ കിട്ടുന്ന വണ്ടിയാണ് 14,50,000 അല്ല. മേജർ ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ജെന്യൂൻ കിലോമീറ്റർ ആണ്. പിന്നെ ടയർ എല്ലാം ബ്രാൻഡ് ന്യൂ ആണ്. ഇൻഷുറൻസ് അതേപോലെ തന്നെ വന്നിട്ട് പിന്നെ 10ാം മാസം വരെ ഇൻഷുറൻസ്. പിന്നെ 14 ലക്ഷം ID ഒന്നും ചെയ്യാനില്ല. ഡാഷ് ക്യാമൊക്കെ എക്സ്ട്രാ ചെയ്തതാണ്. വണ്ടി ഫുൾ പക്കയാണ്. വണ്ടി ഒന്നും ചെയ്യാൻ പോളിഷ് ചെയ്യാണ്ട് നമ്മൾ ചെയ്തിട്ടില്ല. വണ്ടി വന്നിട്ടുള്ളൂ, ചെയ്തിട്ട് കൊടുക്കുള്ളൂ. വീണ്ടും സെൽട്ടോസ് ആണ്. 2 ക്രെറ്റയും രണ്ടാമത്തെ സെൽട്ടോസ് ആണ്. സെൽട്ടോസ് 2 ബ്ലാക്ക് ഉണ്ട്. നേരത്തെ കാണിച്ച റെഡ് പെട്രോൾ ഓട്ടോമാറ്റിക്കും, ഇത് ഡീസൽ ഓട്ടോമാറ്റിക് 2020 മോഡൽ. ഒറ്റ കാര്യം, സെൽട്ടോസ് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ട് ക്യാപ്സ് വെച്ചിട്ട് സെൽട്ടോസിന് കുറെ സെൽട്ടോസ് എന്താ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഇങ്ങനെ സെൽട്ടോസ് വരുന്നത്? സെൽട്ടോസ് സെക്കൻഡ് മാർക്കറ്റിൽ എവിടെ കൂടുതൽ ചോദിച്ചാൽ ഇതിന്റെ കോഴിക്കോടെ കൂടുതലുള്ളൂ. നിങ്ങൾ വേറെ മാർക്കറ്റിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ വീഡിയോ കാണുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ സെൽട്ടോസ് വേറെ എവിടെ കാണിക്കാൻ പറ്റില്ല. അതെന്ന് വെച്ചാൽ ഈ സെൽട്ടോസ് കൂടുതൽ എന്താ പറയുന്നത്, ചില ആൾക്കാർ കുറെ സെൽട്ടോസ് വാങ്ങിട്ടാണല്ലോ. സത്യം പറഞ്ഞാൽ സെൽട്ടോസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചന്റെ മുകളിൽ സെൽട്ടോസ് കിടക്കുന്നില്ല. 2 വീക്സിനകത്ത് സെൽട്ടോസ് പോകുന്നുണ്ട്. പിന്നെ ഈ കൊടുക്കുന്ന ആൾക്കാർ, ഈ വണ്ടി വിൽക്കുന്ന ആൾ, ഒന്നേ ചില ആൾക്കാർക്ക് ഈ സെൽട്ടോസ് എല്ലാവരും കംപ്ലൈന്റ്, സെൽട്ടോസ് നല്ല വണ്ടിയാണ്, യാതൊരുവിധ കംപ്ലൈന്റും ഇല്ല, ക്രെറ്റ എന്താണോ അതെന്നാണ് സെൽട്ടോസ്. ഈ കൂടുതൽ വെക്കാൻ വരുന്ന ആൾക്കാർ ചോദിക്കുന്നത് എന്താ വെച്ചാൽ ഈ പെട്രോൾ വാഹനങ്ങൾ സെൽട്ടോസ് വരുന്ന സമയത്ത് ചെറിയ മൈലേജ് ഷോട്ട് ഉണ്ട്. അത് സത്യസന്ധമായ കാര്യമാണ്. ഡീസൽ വാഹനത്തിൽ അങ്ങനത്തെ ഒരു വിഷയമില്ല. ഈ കൊടുക്കാനുള്ള കൂടുതൽ കേസ് വന്നതും ചില കേസുകളിൽ മോഡലിൽ കൂടി വണ്ടി ആൾക്കാർ ഇഷ്ടം കൊണ്ട് പോയി എടുത്തിട്ട് EMI അടക്കാൻ പറ്റായിട്ട് കുറേ ബാങ്ക് സെറ്റിൽമെൻറ്റ് കേസുകളുണ്ട്. അതുകൊണ്ടാണ് വണ്ടി കൂടുതൽ കിട്ടുന്നത്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഏതൊരു വണ്ടി പുതിയ വാങ്ങണം 100% ലോൺ കിട്ടും. അപ്പോൾ ആൾ നല്ല ഡോക്യുമെൻറ്റും കാര്യങ്ങളും ബാങ്കിങ് ഉണ്ടെങ്കിൽ ആർക്കും ലോൺ കിട്ടും. ആ സാമ്പത്തിക പ്രശ്നം കൊണ്ട് കൊടുക്കാനാണ്. സെൽട്ടോസിന് പൊതുവെ കംപ്ലയിൻസ് ഒന്നുമില്ല. പിന്നെ ചില ആളുകൾ പറഞ്ഞ മൈലേജ് ഷോട്ട്, അത് സത്യസന്ധമായ ഒരു കാര്യം. പെട്രോൾ വണ്ടിക്ക് മൈലേജ് കുറവാണ്. സോണറ്റ് ആയിക്കോട്ടെ സെൽട്ടോസ് ആയിക്കോട്ടെ ചില വണ്ടി 11-12 കിട്ടുള്ളൂ. ഒക്കെ ഉള്ള കാര്യം തന്നെയാണ്. കമ്പനി പറയുന്നത് 17-18 പക്ഷേ ഈ 13-നുള്ള മൈലേജ് കിട്ടുള്ളൂ. അത് ഓൾമോസ്റ്റ് പെട്രോൾ വണ്ടികളാണ്, ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയാണ്. അപ്പോൾ ചില ആൾക്കാർ ഈ കമ്പനിയുടെ മൈലേജ് കേട്ട് പോയി എടുക്കുന്നത്. അല്ലാണ്ട് ഈ റീസെയിലിൽ ആളിങ്ങനെ ഞാൻ കാണുന്നുണ്ട് വീടിനകത്തൊക്കെ എല്ലായിടത്തും കിയ വണ്ടികളൊക്കെ കൊടുക്കുന്നത് സെൽട്ടോസ് സോണറ്റാണല്ലോ കൂടുതലൊക്കെ. വണ്ടി യാതൊരു കംപ്ലൈൻറ്റും ഇല്ല, നല്ല വണ്ടിയാണ്. ഡീസൽ വണ്ടിയൊക്കെയാണ് നോക്കുകയും വേണ്ട, സർവീസ് കോസ്റ്റും കുറവാണ്. നമ്മൾ ഈ വണ്ടി ചോദിക്കുന്ന വില 16 ലക്ഷം രൂപയാണ്. 2020 GT ലൈൻ ആണ്, ഡീസലാണ്, 65,000 കിലോമീറ്റർ ഓടി. സർവീസ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അതും ടോപ്പ് എൻഡ് വെഹിക്കിളാണ്. ഇതിന് 16 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആണ്, ഡീസൽ ഓട്ടോമാറ്റിക്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 15 റേഞ്ച് ഒക്കെ മൈലേജ്. നമ്മൾ കാണിച്ച എല്ലാ വണ്ടികളും ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ 2 വണ്ടി കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ പെട്രോൾ ഒരു വണ്ടി, എല്ലാം ഓട്ടോമാറ്റിക് GT ലൈൻ ആണ്. അതെ, ഇതൊരു 16 ലക്ഷം രൂപ ചോദിക്കുന്നു. ഒരു 14 ലക്ഷം വരെ ലോൺ കിട്ടും. ഇൻഷുറൻസ് ഓൾറെഡി തീർന്നു നടക്കുകയാണ്. നമ്മൾ പുതിയ എടുത്ത് കൊടുക്കും. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒരു ക്ലെയിമും ഇല്ല. ഓക്കെ, ഇന്നത്തെ അവസാനത്തെ വാഹനം ഇതാ ഒരു ഡസ്റ്ററാണ്. നല്ലൊരു അടിപൊളി കളർ. 2019 മോഡൽ RXS പെട്രോൾ CVT ഓട്ടോമാറ്റിക്. ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന RXZ നേരെ താഴെയുള്ള RXS ആണ്. പക്ഷെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്ന സ്വിച്ച് ഇല്ലാത്ത ബാക്കി എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആയിരിക്കും. സെറ്റ് സ്റ്റിയറിംഗ് കൺട്രോളിംഗ് എല്ലാം വരും. 2 എയർ ബാഗ് വരുന്ന മോഡൽ, അലോയ് വീൽ വരും, ബാക്ക് വൈപ്പർ, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഡീസൽ മാനുവൽ, പെട്രോൾ മാനുവൽ ആണ്. 2019 പെട്രോൾ മാനുവൽ, വെറും 26,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന 7,10,000 രൂപയാണ്. ലോ കിലോമീറ്റർ ഒരു പെട്രോൾ ഡസ്റ്റർ 7/10 2019. വളരെ ലോ കിലോമീറ്റർ ആണ്. ജെന്യൂൻ കിലോമീറ്റർ വണ്ടി, എല്ലാ ക്ലാസ് ക്വാളിറ്റി വണ്ടിയാണ്. റിനോ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ, സർവീസ് ഹിസ്റ്ററി കറക്റ്റ് ആണ്. 20 സർവീസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ റിനോ ഇല്ലല്ലോ ഈ ഭാഗത്ത്. റിനോൾട്ട് മാവൂരോട്ട് പോകണം.
ഇവിടുന്ന് മാവൂർ എന്ന് പറഞ്ഞാൽ വലിയ ദൂരമൊന്നുമില്ല. ഇവിടുന്ന് 4 കിലോമീറ്റർ അത്രേ ഉള്ളൂ. 4 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഷോറൂമിലേക്ക് എത്താൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇതിൽ എല്ലാ വണ്ടികളും കാണിക്കാൻ പറ്റുന്നില്ല. 14 വണ്ടി കാണിച്ചിട്ടുള്ളൂ. അത് കൂടാണ്ട് നമ്മളെ കയ്യിൽ മഹീന്ദ്ര മറാസോ, അതേപോലത്തെ ടാറ്റ ഹാരിയർ, പോളോ, ന്യൂ മോഡൽ i20, പഴയ മോഡൽ i20, ടാറ്റ ടിയാഗോ ഓട്ടോമാറ്റിക്, ഇയോണ്, ടെറാനോ, ഡസ്റ്റർ കുറഞ്ഞ വണ്ടികൾ, അതേപോലെ MG8 ഓട്ടോമാറ്റിക് 2020 വണ്ടി, ഇതൊക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഇതൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ എൻക്വയറി കൂടി ഉണ്ടെങ്കിൽ ആൾക്കാർ വിളിക്കണം. ഈ വീഡിയോ മുഴുവൻ കാണുന്നവർക്ക് ചിലപ്പോൾ ഇത് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻക്വയറി ഉണ്ടെങ്കിൽ വിളിച്ചാൽ ഫോട്ടോസും കാര്യങ്ങളും അയച്ചു കൊടുക്കാം. ഓക്കെ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ലൊക്കേഷൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. അരീക്കാടാണ്. അരീക്കാട് നല്ലോണം KSB സബ്സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. അതെ, കോഴിക്കോട് മീൻചന്തക്ക് അടുത്ത് തന്നെ. നമ്മുടെ ഷോറൂം പണ്ട് മീൻചന്തയിലായിരുന്നു. മീൻചന്തക്ക് അടുത്ത് തന്നെ. മീൻചന്ത ജസ്റ്റ് ഒരു 1/2 കിലോമീറ്റർ മാറിയിട്ട് സബ്സ്റ്റേഷൻ, KSB സബ്സ്റ്റേഷൻ നേരെ ഓപ്പോസിറ്റ് ആണ്. ഏറ്റവും വലിയ അടയാളാണ്. വലിയ സംരംഭമാണ്. പിന്നെ അറിയാം, റിലയൻസ് പമ്പ് ഉണ്ട് തൊട്ടടുത്ത്. പമ്പിനോട് ചേർന്ന് തന്നെ ഉള്ള സ്ഥാപനമാണ്. കോഴിക്കോട് ജില്ലയിൽ അരീക്കാടാണ് കേട്ടോ. അരീക്കാട്. അതെ, അത്രയേ ഉള്ളൂ. ബാക്കി കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് മറന്നോടാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടികളോ അതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർസ് പോട്ടെ, ലൈക്ക് വരട്ടെ, കമൻറ്റ്സ് വരട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ്സിൽ രേഖപ്പെടുത്താൻ വിട്ടുപോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. നമ്മൾ 6 ലക്ഷമായി ഫാമിലി. അതെ, 6 ലക്ഷമായി. 5 ലക്ഷം ആകുമ്പോൾ തന്നെ പറഞ്ഞു. ഇപ്പോൾ 6 ലക്ഷം ആയപ്പോൾ പറഞ്ഞോളൂ. ചിലവ് കാൽ ചായ വാങ്ങി തരില്ല. കല്യാണം കഴിഞ്ഞ് നമുക്ക് ഒരു കുടിയാൻ വെള്ളം ഇല്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. കല്യാണത്തിന് മുല്ലല്ലോ അതിനെ വന്നില്ല. നമ്മൾ അബുദാബിയിലല്ല. അപ്പോൾ ആയിക്കോട്ടെ. ശരി എന്താ ഓക്കെ.